ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റിലെ ഓക്സിജൻ ഫാമിലി 16th ഗ്രൂപ്പ് എലമെൻറ്റ് ഓക്സിജൻ ഫാമിലിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. ഓക്സിജൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കളർലെസ്, ഓർഡർലെസ് ഗ്യാസ്. കളർലെസ്, ഓർഡർലെസ് ഗ്യാസ്. ഓക്സിജൻ എങ്ങനെയാണ്? കളർലെസ്, ഓർഡർലെസ് ഗ്യാസ് ആണ്. പിന്നെ ഇറ്റ് ഈസ് സോലബിൾ ഇൻ വാട്ടർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 3.08 cm3. അതായത് വാട്ടറിൽ ഒരളവ് വരെ എന്താണ് ഓക്സിജൻ സോലുബിൾ ആണ്. പിന്നെ ഓക്സിജൻ ലിക്വിഫൈ ചെയ്യുക എത്ര കെൽവിനില? ലിക്വിഫൈസ് അറ്റ് 90 Kelvin. ഓക്സിജൻ ലിക്വിഫൈസ് അറ്റ് 90 Kelvin. എത്ര ടെമ്പറേച്ചറിലാണ് ഓക്സിജൻ ഫ്രീസ് ചെയ്യുക? ഓക്സിജൻ ഫ്രീസസ് അറ്റ് 55 Kelvin. ഓക്സിജൻ ഫ്രീസസ് അറ്റ് 55 Kelvin. പിന്നെ ഓക്സിജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? 3 സ്റ്റേബിൾ ഐസോട്ടോപ്പാണ് ഓക്സിജൻ ഉള്ളത്. ഓക്സിജൻ 16, 17 and 18. ഓക്സിജൻ്റെ സ്റ്റേബിൾ ഐസോട്ടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. അറ്റോമിക് നമ്പർ എത്രയാണ് ഓക്സിജന്? 8. സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെൻ്റ് മാസ് നമ്പർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഐസോട്ടോപ്പ് എന്ന് പറയാം. പിന്നെ ഓക്സിജൻ ഡയാറ്റോമിക് മോളിക്യൂളാണ് നമുക്കറിയാം, O2. അപ്പോൾ O2വിൻ്റെ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരക്കുമ്പോൾ നമുക്കറിയാം, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വരച്ചപ്പോൾ O2 മോളിക്യൂള് പാരാമാഗ്നറ്റിക് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പാരാമാഗ്നറ്റിക്. അപ്പോൾ ഓക്സിജൻ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. പിന്നെ ഓക്സിജൻ ബോണ്ട് ഏതാണ്? ഡബിൾ ബോണ്ട്. ഓക്സിജൻ ബോണ്ട് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഈസ് ഹൈ. ഓക്സിജൻ ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്താണ്? വളരെ കൂടുതലാണ്. ഓക്സിജൻ ഡബിൾ ബോണ്ട് അതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നുള്ളത് വളരെ കൂടുതലാണ്. ദെൻ നമുക്ക് ഓക്സിജൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ. ശ്രദ്ധിക്കേണ്ടത്, ഓക്സിജൻ റിയാക്ട് വിത്ത് നിയർലി ഓൾ മെറ്റൽസ്. അധിക മെറ്റലുകളുമായിട്ടും ഓക്സിജൻ റിയാക്ട് ചെയ്യും. ആരായിട്ട് റിയാക്ട് ചെയ്യില്ല? നോബിൾ മെറ്റലുകളായ ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയവ ഒഴികെ ബാക്കി എല്ലാ മെറ്റലുകളുമായിട്ടും ഓക്സിജൻ റിയാക്ട് ചെയ്യും. പിന്നെ സം വിത്ത് നോൺ മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് സം നോബിൾ ഗ്യാസുകളുമായിട്ടും റിയാക്ട് ചെയ്യും. സിനോണുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് സിനോണിൻ്റെ ഓക്സൈഡുകളൊക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഓക്സിജൻ റിയാക്ട് വിത്ത് മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് സം നോബിൾ ഗ്യാസസ്. പിന്നെ കോമ്പിനേഷൻ വിത്ത് അതർ എലമെൻറ്റ്സ് ഈസ് ഓഫൺ സ്ട്രോങ്ലി എക്സോതെർമിക്. മറ്റു എലമെൻറ്റുകളുമായി കൂടിച്ചേരുന്ന പ്രോസസ്സ്, അത് ഓക്സൈഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണ്? എക്സോതെർമിക് പ്രോസസ്സാണ്. കാരണം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വെരി ഹൈ. അതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ്റെ ചില മെറ്റലുകളും നോൺ മെറ്റലുകളുമായിട്ടൊക്കെയുള്ള എലമെൻറ്റുകളുടെ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്സിജൻ മെറ്റലുമായിട്ടും നോൺ മെറ്റലുമായിട്ടൊക്കെ റിയാക്ഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ഓക്സിജൻ കാൽഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യാം. കാൽഷ്യം എന്നുള്ള മെറ്റലുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു. എന്താ കിട്ടുക? കാൽഷ്യവും ഓക്സിജനും റിയാക്ട് ചെയ്താൽ കാൽഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്, ഓക്സിജൻ്റെ വാലൻസിയും 2 ആണ്. സോ അവർ പ്രോഡക്റ്റ് ഈസ് കാൽഷ്യം ഓക്സൈഡ്. ബാലൻസ് ചെയ്യുമ്പോൾ 2Ca + O2 gives 2CaO. അതേപോലെ തന്നെയാണ് അലുമിനിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. 4Al + 3O2 gives. അലുമിനിയവും ഓക്സിജനും റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ്
അലുമിനിയം ഓക്സൈഡ് Al2O3. ബാലൻസ് ചെയ്യുമ്പോൾ 2Al2O3. 4Al plus 3O2 gives 2Al2O3. Then P4 plus 5O2. ഫോസ്ഫറസ് എന്നുള്ള നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാം. സോ P4 plus 5O2 gives P4O10. P4 plus 5O2 gives P4O10. കാർബണും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ വളരെ ഫെമിലിയർ ആയ പ്രോഡക്റ്റ് കിട്ടും, കാർബൺ ഡയോക്സൈഡ്. C+O2 gives CO2. ഇനി സിങ്ക് സൾഫൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നോക്കാം. 2ZnS. സിങ്ക് സൾഫൈഡ് റിയാക്ട് വിത്ത് 3 ഓക്സിജൻ. 2 zinc sulfide plus 3O2 gives 2ZnO. സിങ്ക് ഓക്സൈഡ് കിട്ടും. അതായത് സിങ്ക് എന്നുള്ള മെറ്റലുമായിട്ട് ഓക്സിജൻ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ സിങ്ക് ഓക്സൈഡ് പ്ലസ് 2SO2 സൾഫർ ഡയോക്സൈഡ് പ്ലസ് 2SO2. പിന്നെ നമ്മൾ ഹൈഡ്രോ കാർബണുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്യാം. അപ്പോൾ സപ്പോസ് CH4 റിയാക്ട് ചെയ്യാം. CH4 പ്ലസ് 2O2 ഗീവ്സ് അൽക്കെയിൻ അല്ലെ, മീഥൈൻ ആണ് CH4. ഇതിന് നമ്മൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാം. എന്താ പ്രോഡക്റ്റ് കിട്ടുക? ഹൈഡ്രോ കാർബണുകൾ കമ്പഷൻ നടത്തിയാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാ? കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ CO2 പ്ലസ് 2H2O. CO2 പ്ലസ് 2H2O. അതായത് ഓക്സിജൻ മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്യും, നോൺ മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്യും, ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യും, മെറ്റലിൻ്റെ കോമ്പൗണ്ടുകളുമായിട്ടൊക്കെ റിയാക്ഷൻ നടക്കും. അതായത് ഓക്സിജൻ മോസ്റ്റ് ഓഫ് ദ മെറ്റലുകളുമായിട്ടും കുറച്ച് നോൺ മെറ്റലുകളുമായിട്ടും ചില നോബിൾ ഗ്യാസുകളുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കവിടെ നോക്കേണ്ട ഒന്ന്, ചില കോമ്പൗണ്ടുകൾ കാറ്റലിറ്റിക്കലി ഓക്സിഡൈസ്ഡ് ആണ്. സം കോമ്പൗണ്ട്സ് ആർ കാറ്റലിറ്റിക്കലി ഓക്സിഡൈസ്ഡ്. അപ്പോൾ നമുക്കറിയാവുന്ന തന്നെയാണ്, അത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഓക്സിഡേഷൻ നടക്കൂ എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ വരുന്നൊരു സ്റ്റെപ്പാണ് SO2 പ്ലസ് O2. 2SO2 പ്ലസ് O2 ഗീവ്സ് സൾഫർ ഡയോക്സൈഡിന് ഓക്സിഡേഷൻ നടന്ന് എന്തായിട്ട് മാറും? 2SO3 സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും. സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറണമെങ്കിൽ, അധികം ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഇവിടെ ഏത് കാറ്റലിസ്റ്റ് വേണം? വനേഡിയം പെൻറ്റോക്സൈഡ്, V2O5. വനേഡിയം പെൻറ്റോക്സൈഡ് എന്നുള്ള കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സൾഫർ ഡയോക്സൈഡ് എന്തായിട്ട് മാറുള്ളൂ? സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറുള്ളൂ. അതേപോലെ തന്നെ വേറൊരു റിയാക്ഷനാണ് 4HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് വിത്ത് ഓക്സിജൻ. എന്താ ഫോം ചെയ്യുക? HCl-ഉം ഓക്സിജനും കൂടി ചേർന്നാൽ എന്തുണ്ടാവും? 2Cl2 പ്ലസ് 2H2O. 4HCl പ്ലസ് O2 gives 2Cl2 പ്ലസ് 2H2O. ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ അവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം. ഏതാണ്? CuCl2 കോപ്പർ ക്ലോറൈഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് ചില കോമ്പൗണ്ടുകളൊക്കെ കാറ്റലിറ്റിക്കലി ഓക്സിഡൈസ്ഡ് ആണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നമുക്ക് ഓക്സിജൻ്റെ ചില യൂസസ് നോക്കാം. യൂസസ് ഓഫ് ഓക്സിജൻ. യൂസസ് ഓഫ് ഓക്സിജൻ. എന്തിനൊക്കെയാണ് ഓക്സിജൻ ഉപയോഗിക്കുക?
എന്തൊക്കെയാണ് ഓക്സിജൻ ഉപയോഗിക്കുക? ഒന്ന് നമ്മളെ നോർമൽ റെസ്പിറേഷനിൽ അല്ലേ, ഇൻ നോർമൽ റെസ്പിറേഷൻ ആൻഡ് കമ്പഷൻ, ചൂടാക്കുക, ഇവിടെയൊക്കെ നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കും. പിന്നെ ആസ് ആൻ ഓക്സിഡൻറ്റ്, അതായത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കും ഫോർ പ്രൊപ്പലിംഗ് റോക്കറ്റ്സ്. റോക്കറ്റ് വിക്ഷേപണത്തിൽ പിന്നെ അവിടെ ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കാം. പിന്നെ ഇൻ ദ മാനുഫാക്ചർ ഓഫ് മെനി മെറ്റൽസ്, പർട്ടിക്കുലർലി സ്റ്റീൽ പോലെയുള്ള അധിക മെറ്റലിൻ്റെയും മാനുഫാക്ചറിൽ എന്ത് ചെയ്യാം? ഓക്സിജൻ ഉപയോഗിക്കാം. ഇൻ ദ മാനുഫാക്ചർ ഓഫ് മെനി മെറ്റൽസ്, പർട്ടിക്കുലർലി സ്റ്റീൽ. പിന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈയിങ് ആൻഡ് മൗണ്ടനറിങ്. അത് വല്ല ഉയരങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ അവരൊക്കെ എന്ത് ചെയ്യും? അതേപോലെ ഹോസ്പിറ്റലുകൾ അവിടെയൊക്കെ സാധാരണ ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട യൂസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഡിഫറൻറ്റ് ഓക്സൈഡ്സ്? ഡിഫറൻറ്റ് ഓക്സൈഡുകൾ, ഏതൊക്കെ ടൈപ്പ് ഓക്സൈഡാണുള്ളത്? അത് ഓക്സിജൻ വേറെ ഒരു എലമെൻറ്റുമായി കൂടിച്ചേരുന്നതിനെ നമ്മൾ ഒരു ഓക്സിജനും ഒരു എലമെൻറ്റും, അത്തരം ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ വിത്ത് അനദർ എലമെൻറ്റ്, ഓക്സിജനും വേറെ എലമെൻറ്റും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അത്തരം ബൈനറി ഓക്സൈഡുകൾ ഫോം ചെയ്യാറുണ്ട്. ഈ ഓക്സൈഡുകൾ സിമ്പിൾ ഓക്സൈഡ് എന്നും മിക്സഡ് ഓക്സൈഡ് എന്നും വേർതിരിക്കാം കേട്ടോ. ഓക്സൈഡുകൾ പ്രധാനമായിട്ടും രണ്ട് രൂപത്തിലേക്ക് തിരിക്കാം. ഒന്ന് സിമ്പിൾ ഓക്സൈഡ്, മറ്റൊന്ന് മിക്സഡ് ഓക്സൈഡ്. സിമ്പിൾ ഓക്സൈഡുകളും മിക്സഡ് ഓക്സൈഡുകളും. സിമ്പിൾ ഓക്സൈഡിന് എക്സാമ്പിൾ ഏതാണ്? MgO, മഗ്നീഷ്യം ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ് പോലെയുള്ളത് സിമ്പിൾ ഓക്സൈഡിന് എക്സാമ്പിളാണ്. MgO, Al2O3 എക്സെട്ര. മിക്സഡ് ഓക്സൈഡിന് എക്സാമ്പിളാണ് Pb3O4, അതേപോലെ Fe3O4. ഇത്തരത്തിൽ ഒരുപാട് ഓക്സിജനും കുറേ എലമെൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് മിക്സഡ് ഓക്സൈഡ് എന്നും, കുറച്ചളവിൽ മാത്രം എലമെൻറ്റും ഓക്സിജനും ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്ത് പറയും? സിമ്പിൾ ഓക്സൈഡ് എന്നും വിളിക്കും. അപ്പോൾ സിമ്പിൾ ഓക്സൈഡിൻ്റെ എക്സാമ്പിളാണ് MgO, Al2O3. മിക്സഡ് ഓക്സൈഡിൻ്റെ എക്സാമ്പിളാണ് Pb3O4 ആൻഡ് Fe3O4. ഇനി ഈ സിമ്പിൾ ഓക്സൈഡുകൾ വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ഓക്സൈഡുകളെ നമ്മൾ വീണ്ടും വ്യത്യസ്ത രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഏതാണെന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോ. സിമ്പിൾ ഓക്സൈഡുകൾ നമുക്ക് അസിഡിക് ഓക്സൈഡ്, ബേസിക് ഓക്സൈഡ്, ന്യൂട്രൽ ഓക്സൈഡ്സ്, അതേപോലെ തന്നെ ആംഫോട്ടറിക് ഓക്സൈഡ്, ഇങ്ങനെ 4 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാം. സിമ്പിൾ ഓക്സൈഡുകൾ നമുക്ക് ഒന്ന് അസിഡിക് ഓക്സൈഡ് എന്ന് മാറ്റാം. അസിഡിക് ഓക്സൈഡ്സ്, സിമ്പിൾ ഓക്സൈഡുകൾ നമ്മൾ അസിഡിക് ഓക്സൈഡുകളാക്കിയിട്ട് മാറ്റും. അസിഡിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ വിത്ത് വാട്ടർ ടു ഗിവ് ആസിഡ്. ഈ ഓക്സൈഡുകൾ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ആസിഡാണ് കിട്ടുക. കമ്പൈൻ വിത്ത് വാട്ടർ ടു ഗിവ് ആസിഡ്. സാധാരണ അസിഡിക് ഓക്സൈഡുകളായിട്ട് വരിക നോൺ മെറ്റലിൻ്റെ ഓക്സൈഡുകളാണ്. കാരണം മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്. അപ്പം നോൺ മെറ്റലിൻ്റെ ഓക്സൈഡുകളാണ് എന്തായിട്ട് വരിക? അസിഡിക് ഓക്സൈഡായിട്ട് വരിക നോൺ മെറ്റലിൻ്റെ ഓക്സൈഡുകളാണ്. എക്സാമ്പിൾ SO2 സൾഫർ ഡയോക്സൈഡ്, Cl2O7 ക്ലോറിൻ്റെ ഓക്സൈഡാണ്. അപ്പോൾ SO2, Cl2O7, CO2, അതുപോലെ N2O5 അല്ലേ, ഇവരൊക്കെ നൈട്രജൻ, കാർബൺ, ക്ലോറിൻ, സൾഫർ, ഇവരൊക്കെ എന്താണ്? നോൺ മെറ്റലാണ്. അപ്പോൾ നോൺ മെറ്റലിൻ്റെ ഓക്സൈഡുകൾ എന്താണ്? അസിഡിക് ഓക്സൈഡാണ് നോൺ മെറ്റലിൻ്റെ ഓക്സൈഡുകൾ. പിന്നെ ചില മെറ്റലിൻ്റെ ഓക്സൈഡുകളും അസിഡിക്കായിട്ട് വരും. അത് ഹയർ ഓക്സിഡേഷൻ നമ്പറിലുള്ള മെറ്റലിൻ്റെ ഓക്സൈഡുകൾ അസിഡിക് ക്യാരക്ടർ കാണിക്കാറുണ്ട്. ഓക്സൈഡ്സ് ഓഫ് സം മെറ്റൽസ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് also behave as acidic character. Example, ഇപ്പോൾ വനേഡിയം പെൻറ്റോക്സൈഡ് V2O5,
ഇവിടെ വനേഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആണ് വരിക. അപ്പോൾ അതതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പോൾ ഹയർ ഓക്സിഡേഷൻ നമ്പറിലുള്ള മെറ്റലിൻ്റെ ഓക്സൈഡുകളും എന്ത് സ്വഭാവം കാണിക്കും? അസിഡിക് സ്വഭാവം കാണിക്കും. അപ്പോൾ അതും അസിഡിക് ഓക്സൈഡുകളാണ്. അതേപോലെ Mn2O7 മാംഗനീസിന് ഇവിടെ +7 ഓക്സിഡേഷൻ നമ്പർ കാണിക്കും. അതിൻ്റെ മാക്സിമം ലെവലാണ്. അപ്പോൾ ഹയർ ഓക്സിഡേഷൻ നമ്പറിലുള്ള മെറ്റലിൻ്റെ ഓക്സൈഡുകളും അസിഡിക് സ്വഭാവം കാണിക്കുന്നു. ദെൻ നമുക്ക് ബേസിക് ഓക്സൈഡുകൾ എന്താണെന്ന് നോക്കാം. ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കമ്പൈൻ വിത്ത് വാട്ടർ ടു ഗീവ് ബേസസ്. വാട്ടറുമായി കൂടി ചേർന്നിട്ട് എന്ത് തരും? ബേസ് തരും. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ബേസിക് ഓക്സൈഡ്സ്. കമ്പൈൻ വിത്ത് വാട്ടർ ടു ഗീവ് ബേസസ്. ശ്രദ്ധിക്കേണ്ടത് മെറ്റാലിക് ഓക്സൈഡുകൾ എന്താണ്? ബേസിക് ആണ്. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. എക്സാമ്പിൾ Na2O. സോഡിയത്തിൻ്റെ ഓക്സൈഡാണ് Na2O. സോഡിയം ഈസ് എ മെറ്റൽ. കാൽഷ്യം ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ്, Na2O, CaO, BaO ഇതൊക്കെ എന്താണ്? ബേസിക് ഓക്സൈഡുകളാണ്. അതേപോലെ ബേസിക് ഓക്സൈഡുകൾ വാട്ടറുമായി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഹൈഡ്രോക്സൈഡുകൾ കിട്ടും. ഈ ബേസിക് ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രോക്സൈഡ് കിട്ടും. ഹൈഡ്രോക്സൈഡ് എന്താണ്? ബേസാണ്. അപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ബേസ് തരുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബേസിക് ഓക്സൈഡ്സ് എന്ന് വിളിക്കുക. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ദെൻ മൂന്നാമത്തെ കേസാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. എന്താ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ? ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ആസിഡ്സ് ആസ് വെൽ ആസ് ബേസിക് ഓക്സൈഡ്സ്. ആസിഡിക് ഓക്സൈഡിൻ്റെയും ബേസിക് ഓക്സൈഡിൻ്റെയും സ്വഭാവം കാണിക്കുന്നതിനെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് വിളിക്കുക. അതായത് ആസിഡുമായിട്ടും അവർ റിയാക്ട് ചെയ്യും, ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. അത്തരം ഓക്സൈഡുകളാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അതിന് എക്സാമ്പിളാണ് അലുമിനിയം ഓക്സൈഡ്, Al2O3. Al2O3 അലുമിനിയം ഓക്സൈഡ് എന്താണ്? ബേസിക് ഓക്സൈഡ് ആണ്. ലാസ്റ്റ് വൺ ന്യൂട്രൽ ഓക്സൈഡ്സ്. ന്യൂട്രൽ ഓക്സൈഡ്സ്. എന്താ ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ? ആസിഡിൻ്റെ സ്വഭാവം കാണിക്കില്ല, ബേസിൻ്റെ സ്വഭാവം കാണിക്കില്ല. ഇതിനെയാണ് എന്ത് വിളിക്കുക? ന്യൂട്രൽ ഓക്സൈഡ് എന്ന് വിളിക്കുക. ആസിഡും അല്ല ബേസും അല്ലാത്തതിനെയാണ് നെയ്തർ അസിഡിക് നോർ ബേസിക്. ദാറ്റ് ഈസ് ന്യൂട്രൽ ഓക്സൈഡ്. എക്സാമ്പിൾ ആരൊക്കെയാ? CO, NO, N2O ഇവരൊക്കെ എന്താണ്? ന്യൂട്രൽ ഓക്സൈഡുകളാണ്. CO, NO, N2O. അത് ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ ഓക്സൈഡുകൾ 4 ടൈപ്പ്: അസിഡിക്, ബേസിക്, ആംഫോട്ടറിക്, ന്യൂട്രൽ. ഓക്കെ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓസോൺ, O3. ഓസോൺ. ഫസ്റ്റ് നമ്മൾ ഓസോണിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്കാം. ഓസോൺ അതായത് O3യെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? നോക്ക്, 3 ഓക്സിജൻ മോളിക്യൂൾ എടുക്കുക, 3O2. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഡിസോസിയേഷൻ നടക്കുക. 3O2-ന് ഡിസോസിയേഷൻ നടന്നാൽ എന്തായിട്ട് മാറും? 2O3 ആയിട്ട് മാറും. 3O2 ഗിവ്സ് 2O3. ഈ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു ഡീകമ്പോസിഷൻ നടക്കണുള്ളൂ. ഇറ്റ് ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ്. ദെൻ ഓസോണിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓസോണിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓസോൺ ഏതൊക്കെയായിരിക്കും? ഓസോണിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ പറയാൻ പറ്റുക പ്യുവർ ഓസോൺ, പെയിൽ ബ്ലൂ ഗ്യാസ്. പ്യുവർ ഓസോണിൻ്റെ കേസിൽ അതെങ്ങനെയൊക്കെ വരാം? പെയിൽ ബ്ലൂ ഗ്യാസ്. ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ കളർ ഏതാണ്? പെയിൽ ബ്ലൂ. ഡാർക്ക് ബ്ലൂ ലിക്വിഡ്, ഡാർക്ക് ബ്ലൂ ലിക്വിഡ്,
pale blue gas, dark blue liquid, and violet black solid. Violet black solid. അപ്പോൾ നോക്കാം, പ്യുവർ ഓസോൺ, പെയിൽ ബ്ലൂ ഗ്യാസ്, ഡാർക്ക് ബ്ലൂ ലിക്വിഡ്, വയലറ്റ് ബ്ലാക്ക് സോളിഡ്. പിന്നെ ഇറ്റ് ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് സ്മെൽ. ഓസോൺ എന്തുണ്ട്? അതിൻ്റേതായ ഒരു സ്മെല്ലുണ്ട്. ചെറിയ അളവിലൊന്നും ഓസോൺ നമ്മളെടുത്ത് വന്നു എന്ന് വിചാരിച്ചിട്ട് അത് കുഴപ്പമില്ല. ഇൻ സ്മോൾ കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് ഹാംലെസ്. ഇൻ സ്മോൾ കോൺസെൻട്രേഷൻ ഓസോൺ ഈസ് ഹാംലെസ്. ഇഫ് കോൺസെൻട്രേഷൻ ഈസ് എബവ് 100 ppm, കോൺസെൻട്രേഷൻ 100 ppm കൂടിയാൽ, 100 പാർട്സ് പെർ മില്യണേക്കാളും കൂടിയാൽ ബ്രീത്തിങ് ബിക്കംസ് അൺകംഫർട്ടബിൾ. ബ്രീത്തിങ് എന്താവും? അൺകംഫർട്ടബിൾ ആവും. അത് നമുക്ക് തലവേദന, പിന്നെ ഛർദി, ഇത്തരം അല്ലെങ്കിൽ മൂക്കടപ്പ്, ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും. ബ്രീത്തിങ് ബിക്കംസ് അൺകംഫർട്ടബിൾ. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹെഡേക്ക് ആൻഡ് നോസിയ. പിന്നെ തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ വിത്ത് റെസ്പെക്ട് ടു O2. O2മായിട്ട് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, O2മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസോൺ എന്താണ്? തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആണ്. തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ. പിന്നെ നമുക്കതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഓസോൺ ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓസോണിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താ നോക്കാം. ഇറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ബിക്കോസ് ഇറ്റ് ലിബറേറ്റ്സ് നാസൻറ്റ് ഓക്സിജൻ ആറ്റംസ്. അതായത് O3 എന്നുള്ളത് ഡീകമ്പോസിഷൻ നടന്നിട്ട് എന്താവും? O2 + O. ഇങ്ങനെ ഒറ്റയ്ക്കൊരു ഓക്സിജൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുക നാസൻറ്റ് ഓക്സിജൻ ആറ്റം എന്നാണ് പറയുക. ഈ നാസൻറ്റ് ഓക്സിജൻ ആറ്റം ഉണ്ടായതുകൊണ്ട് ഓസോൺ ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓസോൺ എന്താണ്? ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. നമുക്കൊരു ഓക്സിഡേഷൻ ജസ്റ്റ് നോക്കാം. PbS ലെഡ് സൾഫൈഡ് പ്ലസ് 4O3. ലെഡ് സൾഫൈഡ് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യാം. എന്താ കിട്ടുക നോക്ക്? PbSO4 ലെഡ് സൾഫേറ്റ് കിട്ടും. അതേപോലെ തന്നെ 4O2 ഓക്സിജനും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ലെഡ് +2 ആണ്. സോ സൾഫർ -2. ഇവിടെ ചെന്നപ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാവും? +6 ആയിട്ട് മാറും. ആ -2 എന്നുള്ള ഓക്സിഡേഷൻ നമ്പർ +6 എത്തും. ഓക്സിഡേഷൻ നടക്കാം. അപ്പോൾ അതിനു വേണ്ടി ആ ഓക്സിഡേഷൻ നടക്കാൻ കാരണമായ വസ്തു ആരാണ്? ഓസോണാണ്. അപ്പോൾ ഓസോൺ ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഓസോൺ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഗിവ്സ് നാസൻറ്റ് ഓക്സിജൻ. നാസൻറ്റ് ഓക്സിജൻ തരുന്നത് കൊണ്ടാണ് ഓസോൺ ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് മാറുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അയഡിൻ്റെ കേസ് എടുക്കാം. 2I- plus H2O plus O3. H2O plus O3 റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ 2OH- plus I2, 2OH- plus I2 plus O2 plus O2. ഓക്കെ. I- എന്ന് പറയുമ്പോൾ അയഡിന് -1 ആണ് ഓക്സിഡേഷൻ നമ്പർ, -1. ഇവിടെ ചെന്നപ്പോൾ എന്തായി? I2 എന്ന് പറയുമ്പോൾ അയഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായി? 0 ആയി. അപ്പോൾ എന്താ റിയാക്ഷൻ? ഓക്സിഡേഷൻ. അപ്പോൾ ആരാ ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഓസോൺ. ഓസോൺ ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നൈട്രജൻ ഓക്സൈഡ് കമ്പൈൻ റാപ്പിഡ്ലി വിത്ത് ഓസോൺ. നൈട്രജൻ ഓക്സൈഡ് വളരെ പെട്ടെന്ന് തന്നെ ഓസോണുമായിട്ട് റിയാക്ഷൻ നടക്കും. എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കി, നൈട്രജൻ ഓക്സൈഡ് അല്ലേ, NO, നമ്മൾ നൈട്രിക് ഓക്സൈഡ് എന്നും പറയും. വേഗത്തിൽ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താ ഫോം ചെയ്യുക? NO plus O3 gives
NO2 plus O2. NO plus O3 gives എന്താണ് NO2 plus O2. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് റിയാക്ട് റാപ്പിഡ്ലി വിത്ത് ഓസോൺ ടു ഗിവ് നൈട്രജൻ ഡയോക്സൈഡ്. Therefore, nitrogen oxides emitted from supersonic jet aeroplane may deplete the concentration of ozone layer in the atmosphere. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൂപ്പർസോണിക് ജെറ്റ് എയറോപ്ലെയിനിൽ നിന്നൊക്കെ നൈട്രജൻ ഓക്സൈഡ് എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. ആ നൈട്രജൻ ഓക്സൈഡ് വേഗം ഓസോണുമായിട്ട് റിയാക്ട് ചെയ്ത് ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെ ഓസോൺ ഡിപ്ലീഷന് വരെ കാരണമായിട്ട് മാറാറുണ്ട്. പിന്നെ നമുക്കറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ഫ്രിയോൺസ് യൂസ്ഡ് ഇൻ എയറോസോൾ സ്പ്രേ ആൻഡ് ആസ് റെഫ്രിജറൻറ്റ് ആൾസോ ഡിപ്ലീറ്റ് ഓസോൺ ലെയർ. ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ നടക്കാനുള്ള മറ്റു ചില ഫാക്ടേഴ്സ്, ഒന്ന് എയറോസോൾ സ്പ്രേയിൽ ഉപയോഗിക്കുന്ന ഫ്രിയോണുകൾ, പിന്നെ അതേപോലെ തന്നെ റെഫ്രിജറൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ട്. പിന്നെ ഓസോൺ റിയാക്ട് വിത്ത് എക്സസ് KI. ഓസോൺ പൊട്ടാസ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓസോണിൻ്റെ എസ്റ്റിമേഷനാണ് സാധാരണ എക്സാമിൽ ചോദിക്കുന്ന ഒന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓസോൺ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് എക്സാമിന് ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം ഇങ്ങനെയാണ്. ഇപ്പോൾ ഓസോൺ റിയാക്ട്സ് വിത്ത് എക്സസ് KI പൊട്ടാസ്യം അയഡൈഡ്. ആ പൊട്ടാസ്യം അയഡൈഡിൻ്റെ പ്രത്യേകത ബഫേർഡ് വിത്ത് എ ബോറേറ്റ് ബഫർ ഓഫ് pH 9.6. pH 9.6 ഉള്ള ഒരു ബോറേറ്റ് ബഫറുമായിട്ട് ഈ പൊട്ടാസ്യം അയഡൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, അയഡിൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓസോൺ അവിടെ നിൽക്കട്ടെ. ഓസോൺ ആരായിട്ട് റിയാക്ട് ചെയ്യാം, പൊട്ടാസ്യം അയഡൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. പൊട്ടാസ്യം അയഡൈഡ് ബഫേർഡ് വിത്ത് എ ബോറേറ്റ് ബഫർ വിത്ത് pH 9.6. എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അയഡിൻ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. വിച്ച് ക്യാൻ ബി ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഈ അയഡിനും സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ടൈട്രേഷൻ നടക്കാം. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ ഗ്യാസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം അയഡിൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ, എത്ര ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എത്ര അയഡിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര ഓസോൺ ഉപയോഗിച്ചു എന്നുള്ളതിനെ മനസ്സിലാക്കാം. ഇതാണ് എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ. അതായത് ഓസോൺ റിയാക്ട് വിത്ത് എക്സസ് പൊട്ടാസ്യം അയഡൈഡ് ബഫേർഡ് വിത്ത് എ ബോറേറ്റ് ബഫർ ഓഫ് 9.6 ടു പ്രൊഡ്യൂസ് I2 അയഡിൻ വിച്ച് ക്യാൻ ബി ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ ഗ്യാസ്. ഓക്കെ, നമുക്ക് ഓസോണിൻ്റെ സ്ട്രക്ചറും യൂസസും കൂടെ നോക്കാം. സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് ഓസോൺ. നമുക്ക് ഓസോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ 3 ഓക്സിജനാണുള്ളത്. ഒരു ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ട്, ഒരു ഓക്സിജൻ ബോണ്ട് സിംഗിൾ ബോണ്ട്. അപ്പോൾ O ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O വരയ്ക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഈ ഓക്സിജൻ കൂടെ 3 ബോണ്ട് ഉണ്ട്. 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ. ആ ബാക്കി 2 ഇലക്ട്രോണിനെ നമ്മളിവിടെ ഇങ്ങനെ കാണിക്കും, 2 ഇലക്ട്രോൺ. ഈ ഓക്സിജൻ്റെ കൂടെ 2 ബോണ്ട് 4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 8 എണ്ണം തികയാണെങ്കിൽ എന്ത് ചെയ്യണം, 4 ഇലക്ട്രോണും കൂടെ കാണിക്കാം. ദിസ് ഓക്സിജൻ ഓൺലി സിംഗിൾ ബോണ്ട്, ഇറ്റ് ഡിനോട്ട്സ് 2 ഇലക്ട്രോൺ. സോ ദ റിമൈനിങ് 6 ഇലക്ട്രോൺസ് വി ആർ റെപ്രസെൻറ്റിങ്. ഇതാണ് ഓസോൺ. ഇനി ഇതിൻ്റെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ട്. അതായത് ബോണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓക്സിജനിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിലും വ്യത്യാസം വരും. റെസൊണൻസ് സ്ട്രക്ചേഴ്സ്.
O സിംഗിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O. നോക്കിയോ, ഈ ഓക്സിജൻ 3 ബോണ്ട്, അതായത് 6 ഇലക്ട്രോൺ, ബാക്കി 2 ഇലക്ട്രോൺ. ഈ ഓക്സിജൻ സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ ബാക്കി 4 ഇലക്ട്രോൺ. ആ ഓക്സിജൻ്റെ കൂടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ 6 ഇലക്ട്രോൺ, ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് 4 ഇലക്ട്രോൺ. ഇതാണ് ഓസോണിൻ്റെ സ്ട്രക്ചർ. ഓസോണിൻ്റെ കനോണിക്കൽ ഫോംസ് അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചർ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. In resonance hybrid of these two forms, the two oxygen single bonds are identical. ഈ ബോണ്ടും എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്, ഒരേ അളവാണ്. എത്രയാണ്? 128 പൈക്കോമീറ്റർ. ഇതിൻ്റെ അളവ് 128 പൈക്കോമീറ്റർ. ഓക്സിജൻ സിംഗിൾ ബോണ്ടിൻ്റെ അളവ് എത്രയാണ്? 128 പൈക്കോമീറ്റർ with a bond angle of about 117 degree. ബോണ്ട് ആംഗിൾ 170 ഡിഗ്രി ആണ്. 170 ഡിഗ്രി ആണ് ഇവിടെ ബോണ്ട് ആംഗിൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഓസോൺ? ഓസോൺ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആസ് എ ജെർമിസൈഡ് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്. ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ദാറ്റ് കിൽ മൈക്രോ ഓർഗാനിസം ബട്ട് നോട്ട് ഹാംഫുൾ ടു ഹ്യൂമൻ ബോഡി. ഓയിൻമെൻറ്റ് പോലത്തെ വസ്തുക്കൾ, അതാണ് ഡിസിൻഫെക്റ്റൻ്റ്. അപ്പോൾ ജെർമിസൈഡായിട്ട് അണുക്കളെ ഒഴിവാക്കാനും ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാം? ഓസോൺ ഉപയോഗിക്കാം. പിന്നെ ഫോർ സ്റ്റെറിലൈസിങ് വാട്ടർ ശുദ്ധീകരിക്കാൻ, ഫോർ സ്റ്റെറിലൈസിങ് വാട്ടർ. ഫോർ ബ്ലീച്ചിങ് ഐവറി, ഓയിൽസ്, ഫ്ലോർ, സ്റ്റാർച്ച് എക്സെട്ര. ഫോർ ബ്ലീച്ചിങ് ഓയിൽസ്, സ്റ്റാർച്ച്, ഐവറി, ഫ്ലോർ എക്സെട്ര. പിന്നെ ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് KMnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടും നമ്മൾ എന്തുപയോഗിക്കും? ഓസോൺ ഉപയോഗിക്കും. ഇത്രയാണ് ഓസോണിൻ്റെ യൂസസ്. ഒന്നുകൂടെ പറയാം. ആസ് എ ജെർമിസൈഡ് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്, ഫോർ സ്റ്റെറിലൈസിങ് വാട്ടർ, ഫോർ ബ്ലീച്ചിങ് ഓയിൽസ്, ഐവറി, ഫ്ലോർ, സ്റ്റാർച്ച് എക്സെട്ര. as an oxidizing agent in the manufacture of KMnO4, potassium permanganate.